സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. പൊരിച്ച ദം ബിരിയാണി. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ കാണിച്ചാൽ പോരല്ലോ. പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈഗോന്റെ മുകളിലോട്ട് സ്നേഹം പോല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നമ്മൾ രാവിലെ തന്നെ തിരക്കാണ് കേട്ടോ. സാധനങ്ങൾ എടുത്തു വെക്കുന്നതും ഫയലും കാര്യങ്ങളൊക്കെ തിരയുന്നതും പേപ്പേഴ്സൊക്കെ നോക്കുന്നതും. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അതിന് കുറേ പേപ്പേഴ്സും എൻ്റെ കുറേ കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് എവിടെ വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? കാരണം ഡെലിവറിയൊക്കെ കയ്യിൽ നിന്ന് നിൽക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ അൾമാറയിൽ മാറി മാറി നോക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനോട് പറയാം, അൾമാറൊന്ന് വീഡിയോ എടുക്കല്, കാരണം ഞാൻ അത് തിരഞ്ഞ് അലങ്കോലാക്കിയിട്ടിരിക്കണ്. അങ്ങനെ ഒരു കണക്കിന് ഫയലും കാര്യങ്ങളൊക്കെ ഇതാ കിട്ടി സെറ്റ് ചെയ്തതാ ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ കൂടെ ഇക്കൻ്റെ ഉമ്മയും എൻ്റെ വാവയും ഉണ്ട് കേട്ടോ. ഒപ്പരം ബാക്കിലുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഒരു പ്രാന്തായവരാണ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. രാത്രി തൊട്ട് ഒരാൾക്ക് വെറും സുക്കേട്. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. ക്യാംസിറ്റിയിലാണ് പോണ്. അപ്പോൾ നമ്മളെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളല്ലേ, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ കാണിച്ചാൽ പോരല്ലോ. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ പറയണ്ടേ. നമ്മുടെ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങളും നമ്മളിതിൽ പറയണ്ടേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. അത് നമുക്ക് വെറുതെ തോന്നുന്നതാണ്. ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈഗോന്റെ മുകളിലോട്ട് സ്നേഹം പോല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കറിയാം, നമ്മൾ സ്വന്തം എന്ന് തോന്നുന്ന ആൾക്കാർ വരെ ഈഗോ അവിടെ വന്നു കഴിഞ്ഞാൽ താഴായിരിക്കും സ്നേഹം. പിന്നെ സ്നേഹവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് ക്യാംസിറ്റിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ICT ഗെയിമിൽ ഇങ്ങനെ പൈസ കയറ്റി ഇങ്ങനെ നടക്കണ പെണ്ണുങ്ങളെ കൂടെ കാർ ഇങ്ങോട്ട് കയറ്റി ഇങ്ങനെ ഓല ഇങ്ങോട്ട് അയച്ചാള് എന്നിട്ട് ഓല പൈസ എടുക്കുക. ഓർമ്മയുണ്ടോ? ഫൈനലി ഇതാ നമ്മൾ KMCT ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വന്നത്, എൻ്റെ സ്കിന്നിന് ചെറുതായിട്ടൊരു അലർജി വന്നു. ഈ ഡെലിവറിക്ക് ശേഷമുള്ളതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതൊരു 3 മാസം കാലമൊക്കെ കഴിഞ്ഞാൽ തനിയെ പോകുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഫേസിലേക്കൊക്കെ അത് ഇറങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവരെയും അറിവ് പ്രകാരമാണ് ഈ ഒരു ലക്ഷ്മി ഡോക്ടർ ഞങ്ങൾ പരിചയപ്പെടുന്നത്. കുറേ വീഡിയോസിലൊക്കെ കണ്ട ഡോക്ടറാണ്. അങ്ങനെ ഫൈനലി ഇതാ ആദ്യം ഡോക്ടറെ അടുത്ത് ഉള്ള കുറച്ച് വേറെ ഡോക്ടർമാരാണ് കാര്യങ്ങളൊക്കെ അറിയുക. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഡെലിവറിക്ക് ശേഷം വന്ന ചെറിയൊരു പ്രശ്നമാണ്. നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് ഇതാ തിരിച്ചു പോവാണ്. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങി ഇനിതാ തിരിച്ചു പോവാണ്. നല്ല വെയിലാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ, 40 ഡിഗ്രി ചൂടാന്നാണ് പറയുന്നത്. അപ്പം നമ്മളിതാ കാണിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ് പോണത്. കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. വേറെ സീനുകളൊന്നുമില്ല. ഇന്ന് പോയി വന്നപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. വന്നതോളം ഓർമ്മയുള്ളൂ. നേരെ കട്ടുമ്പോൾ കയറി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പം അതാ എണീച്ച് വന്നപ്പോഴത്തേക്കും നമ്മ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. 2 ഐറ്റം ജ്യൂസും കിട്ടും. ഇത് പാല് പാർന്ന നാജിൻ്റെ ജ്യൂസ്, അത് പാല് പാരാത്ത നെസ്റൂൻ്റെ ജ്യൂസ്. രണ്ടും ഒരേ ടേസ്റ്റ് അല്ലേ, എന്താ അപ്പം മാറ്റം? ഞാൻ കുടിച്ചോക്കട്ടെ. പാല് പാർന്ന ഒരു വേറെ ടേസ്റ്റാണ്. ഇനി പാല് പാരാത്ത സത്യം പറയാലോ ഇതൊരു രസമില്ല. വീഡിയോയിലായിട്ട് പറയാലോ, സത്യമായിട്ട് രസമല്ല. നമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്. പൊരിച്ച ദം ബിരിയാണി. ഒരു പീസ് എന്നെ നോക്കി ചിരിക്കുന്നു. തിന്നണ്ടേ? അപ്പോൾ ഞാനിത് ഫുഡ് കഴിച്ചിട്ട് വരാം.